തെരുവുനായ ശല്യം ചെറുക്കാൻ വാക്സിൻ നടപടികളുമായി തദ്ദേശ സ്ഥാപനങ്ങൾ. തനതു ഫണ്ടിൽ നിന്ന് പണം വകയിരുത്തി തദ്ദേശ സ്ഥാപനങ്ങൾ തെരുവുനായ ഭീഷണിയെ ചെറുക്കാൻ ശ്രമിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ വിഷയത്തിൽ നിഷേധ സമീപനമാണ് സ്വീകരിക്കുന്നത്. അതോടൊപ്പം നായ്ക്കളെ പിടികൂടി വാക്സിൻ നൽകാൻ മധ്യകേരളത്തിൽ പ്രധാന ആശ്രയമാകുകയാണ് ചേർത്തല കൂപ്പയിലെ നായ പിടുത്തം പരിശീലനം നേടിയ സന്നദ്ധ പ്രവർത്തകർ. കഴിഞ്ഞ ഒരു മാസത്തിനിടെ തെരുവുനായ ആക്രമണത്തിൽ സംസ്ഥാനത്തൊരാൾ മരണപ്പെടുകയും 100ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് തദ്ദേശ സ്ഥാപനങ്ങൾ തനത് ഫണ്ട് വിനിയോഗിച്ച് തെരുവുനായ ശല്യത്തെ ചെറുക്കാൻ പദ്ധതി നടപ്പാക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ മുതുകുളം പഞ്ചായത്തിൽ നായ്ക്കളെ പിടികൂടി വാക്സിൻ എടുത്ത ശേഷം അവയെ തിരിച്ചറിയാൻ നീല പെയിന്റ് ദേഹത്ത് പുരട്ടി തിരിച്ചുവിടുകയായിരുന്നു. തെരുവുനായകൾക്ക് പ്രതിരോധ കുത്തിവെപ്പിന് ഓൺ ഫണ്ടിരുന്ന പഞ്ചായത്ത് 30,000 അനുവദിച്ചിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ തൊട്ട് ഞങ്ങളുടെ എല്ലാവരും സഹകരിച്ചു, ജനങ്ങൾ സഹകരിച്ചു. മെമ്പർമാരും പ്രസിഡന്റ് തന്നെ നേരത്തെ രാവിലെ ഉദ്ഘാടനം ചെയ്തിരുന്നു. പ്രസിഡന്റും എല്ലാ മെമ്പർമാരും സഹകരിച്ചതോടെ ഞങ്ങൾ ഈ പദ്ധതി വിജയകരമായിട്ട് പൂർത്തീകരിച്ചാറായി. ഇതിനനുസരിച്ച് നമുക്ക് ചേർത്തലയിലുള്ള ഈ ഡാക്കേച്ചർ ഇവർ വന്നിട്ടുണ്ട്. ദിലീപ് കുമാർ തലമയിൽ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ പ്രദേശങ്ങൾ ഇന്ന് വിജയകരമായി നടക്കുമ്പോഴാണ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മുടെ സഭാനേശ്വര സിന്ധു ലൈഫ് സയൻസ് പെട്ടും പിന്നെ നമ്മുടെ അറ്റൻഡർ സീജാം അവരും നല്ലവണ്ണം വാക്സിൻ ചെയ്യാനും സ്പ്രേ പെയിന്റ് കൊണ്ട് അണിമൂലം മാർക്ക് ചെയ്യാൻ വേണ്ടി എല്ലാം സഹകരിച്ചിരുന്നു. അതുകൊണ്ട് കായംകുളം ഹരിപ്പാട് നഗരസഭകളും മുതുകുളം ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തുകളും ഈ ബ്ലോക്കുകൾക്ക് കീഴിലുള്ള 15 ഗ്രാമപഞ്ചായത്തുകളും ചേർന്ന് മുതുകുളം പഞ്ചായത്ത് 8ാം വാർഡിൽ ABC സെന്റർ ആരംഭിക്കുകയാണ്. 65 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത്. ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി ഇതാവുണ്ട്. ഇനി അടുത്ത പഞ്ചായത്തിൽ അടുത്തായിട്ട് ഫണ്ട് കൂടെ വന്നിരിക്കുമ്പോൾ എല്ലാ പദ്ധതികളും വീണ്ടും ചെയ്യാം. അതെല്ലാം നമ്മുടെ മുതുകുളം കമ്പനി ABC പദ്ധതികളാണ് കളിച്ചോളം 3 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. അത് ബ്ലോക്ക് പഞ്ചായത്ത് അടച്ചിട്ടുണ്ട്. ABC സെൻറ്റർ 8ാം നമ്പർ വാർഡിൽ ഉണ്ടാക്കാൻ വേണ്ടി സ്ഥലം കണ്ടിട്ട് 20 സ്ഥലം ബ്ലോക്ക് പഞ്ചായത്ത് അടിച്ചിട്ടുണ്ട്. അതിന് AB സെൻറ്റർ കൂടി വരുമ്പോൾ ഈ ഭാഗത്തിന് മുഴുവൻ പേവിഷാദങ്ങൾ കംപ്ലീറ്റ് എറാഡിക്കേറ്റ് ചെയ്യപ്പെടും. ചേർത്തല കേന്ദ്രമായുള്ള കൃപ എന്ന സംഘടനയിൽ നിന്നുള്ള പരിശീലനം സിദ്ധിച്ചവരാണ് വാക്സിനേഷനായി നായ്കളെ പിടികൂടുന്നത്. ഇവർ സംസ്ഥാനത്തുടനീളം ഇത്തരം പ്രവർത്തനങ്ങളിൽ മൃഗസംരക്ഷണ വകുപ്പിന് സഹായകമായി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ആലപ്പുഴ ജില്ലയിൽ ആളുകളുള്ള ആൾക്കാർ ഞങ്ങൾ 1-2 പേര് WBSന്റെ പരിശീലനം നേടിയ ആൾക്കാർ, വേൾഡ് വെറ്റിനറി സർവീസ് കൂട്ടി. പിന്നെ അല്ലാണ്ട് തന്നെ ഗവൺമെൻറ് ഇപ്പോൾ നിലവിൽ ആലപ്പുഴ ജില്ലയിൽ ട്രെയിനിങ് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇടയ്ക്ക് സാങ്കേതികമായ എന്ത് പ്രശ്നങ്ങൾ മൂലം അത് നടന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ പത്തനംതിട്ട അതുപോലെ തന്നെ കോട്ടയം ജില്ലകളിലൊക്കെ ഞാൻ ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു റെമ്യൂണറേഷൻ എന്തെങ്കിലും നമ്മൾ പോയി ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ തൃശ്ശൂർ, കാസർഗോഡ്, അതുപോലെ തന്നെ ആലപ്പുഴ, പത്തനംതിട്ട അങ്ങനെയുള്ള ജില്ലകളിലൊക്കെ നമ്മൾ നിലവിൽ കോട്ടയം ജില്ലകൾ ഉൾപ്പെടെ നമ്മൾ ചെയ്യുന്നുണ്ട്. തെരുവു നായ്ക്കളുടെ എണ്ണം 60% വർദ്ധിച്ചിരിക്കെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ തന്നെ മുൻകൈയെടുത്ത് കൂടുതൽ പദ്ധതികൾ നടപ്പാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.